ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് കണ്ണൂർ നമ്മുടെ സിമി ചേച്ചിയുടെ വീട്ടിലാണ്. സിമി ചേച്ചി ഒരു എക്സ്പേർട്ട് കുക്ക് മാത്രമല്ല, ഒരു ഫാഷൻ ഡിസൈനർ കൂടിയാണ്. ചേച്ചി നമുക്ക് സ്നേഹപൂർവ്വം ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. ചേച്ചി, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. അപ്പോൾ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ മെമ്പേഴ്സിനൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുക. ഹസ്ബൻഡ്, ഒരു മോള്, അമ്മ. മകൾ എത്ര ക്ലാസ്സിൽ പഠിക്കും? ഇപ്പം തേർഡ് സ്റ്റാൻഡേർഡിൽ. അപ്പൊ ചേച്ചി, എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് ഒരു മധുരമുള്ള എന്തോ ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. നെയ് പായസം അല്ലേ? അത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു വിഭവം ആയിരിക്കും ഇത്. കാരണം വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. പായസം കണ്ടിട്ടുണ്ട്, ഓക്കെ. പക്ഷെ നെയ് പായസം എല്ലാവർക്കും റെയർ ആയിട്ടാണ് നമുക്ക് കിട്ടാറുള്ള അതിന്റെ റെസിപ്പീസ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ ചേച്ചി? അതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാമോ? ആയിക്കോട്ടെ. ഉണങ്ങലരി ഉണ്ട്. ഉണങ്ങലരി അത് എത്ര എടുത്തിട്ടുണ്ട് ചേച്ചി? അതിപ്പോ ഒരു 150 ഗ്രാം. 150 ഗ്രാം. തേങ്ങ ചിരകിയത്. അത് എത്രയുണ്ട്? അത് അരമുറി തേങ്ങ ചിരകിയത് കേട്ടോ. ഓക്കെ. ഏലക്കായ, കൽക്കണ്ടം, നെയ്, നമ്മളെ മുന്തിരി, കറുത്ത മുന്തിരി, പിന്നെ തേങ്ങാക്കൊത്ത്, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ. പഴം എത്ര പഴം? ഏത് പഴമാണ്? പൂവമ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ. ദെൻ വെള്ളം. ഓക്കെ, അത് നമ്മുടെ കരിപ്പെട്ടി പാനിയാക്കിയത്. കരിപ്പെട്ടി ചക്കര പാനിയാക്കിയതാണ് അതൊക്കെ. ഇനി ആവശ്യത്തിന് വെള്ളം അല്ലേ? ഇത്രയാണ് നമുക്കുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമല്ലേ ചേച്ചി? തുടങ്ങാം. അപ്പൊ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടല്ലേ ചേച്ചി? 15 മിനിറ്റ് കഴിഞ്ഞ് ചേച്ചി എടുത്തു വെച്ച ഉണക്കലരി 150 ഗ്രാം ഉണക്കലരിയാണ് നമ്മള് ഒരു മുക്കാ വേവ്. 4 വിസിൽ. ഓക്കെ. ആ ചേച്ചി അപ്പൊ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി ഇത് നമ്മൾ ഇനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം ചേച്ചി. ഒരു ചെറു ഉരുളി അടുപ്പത്ത് വെച്ചു. ശർക്കര, കരിപ്പെട്ടി ചക്കര പാനിയാക്കിയതാണ് ഇത്. ചേച്ചി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ഇതാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇത് എത്ര ഗ്രാം ഉണ്ടാവും? ഇത് ഏകദേശം 400 ഗ്രാം. ഓക്കെ, 400 ഗ്രാം കരിപ്പെട്ടി ചക്കര ഉരുക്കിയതാണ് കേട്ടോ ഇത്. ഇത് പ്ലെയിൻ ആയിട്ടാണോ ചേച്ചി പാനിയാക്കി എടുത്ത്? വേറെ എന്തെങ്കിലും? ഒരു അര ഗ്ലാസ് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കി. ഓക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് അരിയിടാം. നോർമലി ഒഴിച്ചു ചൂടാവാൻ നോക്കണ്ട, ഓൾറെഡി ചൂടായതാണ്. അതിലേക്ക് നമ്മൾ ഉണക്കലരി വേവിച്ചത് ആഡ് ചെയ്യുവാണ് കേട്ടോ. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് വിഭവങ്ങൾ ഉണ്ടാക്കാനാണോ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീനിലുള്ള ഫുഡ് ഉണ്ടാക്കാനാണോ? ഏതാ ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. ഇത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അതെ, കട്ട പിടിച്ചിട്ടില്ല, നമ്മൾ കുക്കറിൽ വേവിച്ചതുകൊണ്ട്. ഓക്കെ. അപ്പൊ നന്നായിട്ട് ചേച്ചി ഇത് ഉടച്ചു കൊടുക്കുവാണ് കേട്ടോ. കുക്കറിൽ വേവിച്ചൊരു മുക്കാ വേവാന്ന് പറഞ്ഞല്ലോ, അപ്പൊ കട്ട പിടിച്ചാണ് ഈ ചോറ് ഇരിക്കുന്നത്. അപ്പൊ അത് ഇതിൽ ഇട്ട ശേഷം ചേച്ചി ഇങ്ങനെ ശരിക്കും അത് ഉടച്ചുടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് ചേച്ചി ഇനി നെയ്യ് ചേർക്കുവാണ്. 1/2 സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചേർക്കുന്നത്, അപ്പൊ അതാണ് 1/2 സ്പൂൺ മാത്രം. ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് ഇനിയും ചേർക്കേണ്ടി വരും. അതെ. ഓക്കെ. തേങ്ങ അപ്പം തിളച്ചിട്ടുണ്ടല്ലേ? പിന്നെ നമ്മൾ അടുത്തതായി തേങ്ങ ആഡ് ചെയ്യാണ്. 1 മുറി തേങ്ങ ചിരകിയതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടി വയ്ക്കാം. കുറച്ചുകൂടെ വെള്ളം കൂടി. ഇതിപ്പോൾ ഒരു ഗ്ലാസ്. ഓക്കെ. 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചത് അത് 1 ഗ്ലാസ് മുഴുവനെ നമ്മൾ ചേർക്കുവാണ്. ഇതിനിപ്പം ഒന്ന് നല്ലവണ്ണം തിളക്കണം, വറ്റി വരാനുണ്ട്. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലേ അതുവരെ? അതെ. ഓക്കെ. അപ്പൊ കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിനി തിളച്ചൊന്ന് വറ്റി വരണം. ചേച്ചി, ഇപ്പൊ ഇത് എന്താ അവസ്ഥ? ഏകദേശം ഇതിപ്പോ ഒരു 10 മിനിറ്റ് നല്ലവണ്ണം തിളച്ചിട്ടുണ്ടല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ഇതിലേക്ക് 1 സ്പൂൺ കൂടി നെയ്യ് ഒഴിക്കണം. 1 സ്പൂൺ നെയ്യ് ഒഴിക്കണം. ഓക്കെ. ഏലക്കായ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ആഡ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ. ഒരു 4 ഏലക്ക ചേച്ചി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൽക്കണ്ടം. ഓക്കെ. ഇവിടെ എന്താ ചേച്ചി പറയുന്നത് ഇതിന്? കൽക്കണ്ടം. കൽക്കണ്ടത്തിന് പകരം വേണമെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം. അത് എത്ര എങ്ങനെ ക്വാണ്ടിറ്റി? 2 സ്പൂൺ. 2 സ്പൂൺ. ഏകദേശം ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ പൊടിച്ച കൽക്കണ്ടമാണ്. അത് 2 സ്പൂണാണ് ചേച്ചി
ഇട്ടിരിക്കുന്നത്. ഒരു നുള്ളി ഉപ്പ്, നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യത്തിന് ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ്. ഇത് നല്ല കുറുക്കിയ ആ ഒരു രൂപത്തിലേ ഉണ്ടാവും. ഇനി എന്താ ചേച്ചി നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഒരു സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചാൽ പായസം റെഡി. ഓക്കെ, ഒരു സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചാൽ പായസം റെഡി. ഇത്ര സിമ്പിൾ ആണോ നെയ്യ് പായസം? ഓക്കെ, നെയ്യ് ആഡ് ചെയ്യുന്ന ടൈമുണ്ടോ? അത് ആദ്യം ഇല്ല, നെയ്യിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്താലാണ് നെയ്യുടെ ടേസ്റ്റ് എടുത്ത് നിൽക്കത്തുള്ളൂ. അപ്പം ഏതൊക്കെ ടൈമിൽ അത്? ഫസ്റ്റ് ഒന്ന്, ഒരു മിഡിലില്, പിന്നെ ലാസ്റ്റ്. ഓക്കെ, ഇനിയിപ്പം തേങ്ങാക്കൊത്തും മുന്തിരിയൊക്കെ വറുത്തിടുമ്പോൾ ഒന്നുകൂടി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഏകദേശം ഓൾമോസ്റ്റ് ഫിനിഷ് ആയി. ആക്ച്വലി ഇനി നമുക്ക് മുന്തിരി തേങ്ങാക്കൊത്ത് ഇതെല്ലാം ഒന്ന് വറുത്തിടേണ്ട ആവശ്യമുള്ളൂ. പിന്നെ പഴം ഉണ്ടല്ലോ ചേച്ചി, പഴം ലാസ്റ്റ്. അപ്പൊ നമ്മള് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നൊരു ഐറ്റം ആണ് പഴം. പഴം ഇവിടെ മാറിയിരിക്കുന്നുണ്ട്. ദെൻ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവല്ലേ? അതെ. ഓക്കെ, നമുക്കിത് ഇപ്പുറത്തെ സ്റ്റൗവിലേക്ക് മാറ്റാം. ഓക്കെ, ദെൻ ഇതായിരിക്കും തോന്നുന്നു എനിക്ക്. 2 സ്പൂണോളം നെയ്യ്. തേങ്ങാക്കൊത്ത്. ചേച്ചി ഇപ്പോൾ ഒരു പാൻ വെച്ചു. ദെൻ നെയ്യ് ഒഴിച്ച് തേങ്ങാക്കൊത്ത് വറക്കുവാണ്. ചേച്ചിക്ക് എത്ര ടൈപ്പ് പായസം ഉണ്ടാക്കാൻ അറിയാം? ഞാൻ ഇപ്പം ലാസ്റ്റ് ഒരു കോമ്പറ്റീഷനിൽ വഴുതിനിങ്ങ പായസം ഉണ്ടാക്കിയത്. ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടാണല്ലോ അറിയാൻ പറ്റിയത്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയോ? അതിന് സെക്കൻഡാണ് കിട്ടിയത്. സെക്കൻഡ്. ഫസ്റ്റ് ഒരു പഴധാന്യ പ്രഥമൻ എന്ന് പറഞ്ഞത്. എന്നാലും വഴുതനങ്ങ പായസം നമ്മള് കേട്ടുകേൾവി പോലും ഇല്ല. അപ്പൊ അതുകൂടെ വേണമെങ്കിൽ വേറൊരു എപ്പിസോഡിൽ ഞങ്ങളത് കാണാൻ വേണ്ടി കാത്തിരിക്കുവാണ്. ഓക്കെ, മുന്തിരിയില് കണ്ണൂരിലുള്ളവരൊക്കെ പായസ പ്രേമികളാണോ? പിന്നെ കാരണം പായസ കോമ്പറ്റീഷനൊക്കെ നടത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ നാട്ടിലുള്ളവരൊക്കെ ഇവിടെ തലശ്ശേരി മലബാർ ഏരിയ ഒക്കെ അല്ലെങ്കിൽ അല്ലേ പായസ പ്രിയരാണ്. നെയ്യിലേക്ക് തേങ്ങാക്കൊത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കറുത്ത ഉണക്കമുന്തിരി കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. അതുകൂടെ വറുത്തെടുക്കുവാണ്. ഇത് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല അല്ലേ ചേച്ചി? ഒരു ലൈറ്റ് ആയിട്ട് തന്നെ. ഓക്കെ, ഏകദേശം ആയിട്ടുണ്ട്. ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഷെയ്ഡൊന്ന് മാറിയാൽ മതി. പച്ച മാറിയാൽ മതി, പച്ചമണം ഒന്ന് മാറിയാൽ മതി. അപ്പൊ ഗ്യാസ് ഓഫ് ചെയ്യാണ്. നമ്മുടെ പായസത്തിലേക്ക് ഇടാൻ പോവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പഴം നുറുക്കി വെച്ചത് ഇടാം. അപ്പം നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. റെഡി ആയല്ലേ? അതെ. ഓക്കെ, അപ്പം നമുക്കതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പം ഞാനിത് ടേസ്റ്റ് നോക്കട്ടെ ചേച്ചി? ഓക്കെ, അപ്പം ചേച്ചിയുടെ അനുവാദത്തോടു കൂടിയും പ്രേക്ഷകരുടെ അനുവാദത്തോടു കൂടിയും ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ചേച്ചി അടിപൊളി സാധനം. ഓക്കെ, താങ്ക് യു. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ചേച്ചി പറഞ്ഞ പോലെ നെയ്യ് പായസം എന്ന് പറഞ്ഞാൽ നെയ്യിന്റെ ടേസ്റ്റ് വേണം എടുത്ത് നിൽക്കണം. ചേച്ചി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ ഒരു അടിപൊളി നെയ്പായസം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതിന് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. വെൽക്കം. ആൻഡ് ഇന്നത്തെ ഈ രുചിയൊരു വിഭവം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ കുക്കിംഗ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.